സഹവിദ്യാഭ്യാസം. ഇപ്പോഴേ അവിടെ പ്രസംഗം ഒന്നും സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നു. എന്നോട് വരാൻ പറഞ്ഞത് എന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാൽ ഞാൻ താനേ വന്നതാണ്. സന്തോഷം. ആ പ്രസംഗം ഇങ്ങി തരൂ. എനിക്കത് ശരിക്ക് പറഞ്ഞു പഠിക്കണം. പ്രസംഗ മത്സരത്തിന് കഴിഞ്ഞ കൊല്ലം എനിക്ക് 2ാം സമ്മാനമേ കിട്ടിയുള്ളൂ. സന്തോഷം. ഇക്കൊല്ലം എനിക്ക് 1ാം സമ്മാനം കിട്ടണം. അതിങ്ങി തരൂ. എനിക്ക് പോയിട്ട് 100 കൂട്ടം ജോലിയുണ്ട്. രാജകുമാരി, തിരുവുള്ളക്കേട് തോന്നരുത്. അടിയൻ പ്രസംഗം എഴുതിയില്ല. അടിയന് എത്തും പിടിയുമുള്ള കാര്യമല്ലിത്. ഈ സഹവിദ്യാഭ്യാസത്തിന് രാജകുമാരി അനുകൂലമോ പ്രതികൂലമോ? അനുകൂലം. പ്രസംഗം ഒരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. 10 മിനിറ്റേ പാടുള്ളൂ. പാട്ടുകച്ചേരിയൊന്നും വലുത്. പ്രസംഗ മത്സരം. എഴുതുന്നില്ലേ? എഴുതുന്നു. എഴുതി എഴുതി. ഇല്ല, എഴുതാം എഴുതാം എഴുതാം. പ്രസംഗം കൊള്ളാമോ? ഒരു 400 എണ്ണം എഴുതി. എല്ലാം ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. 1ാം സമ്മാനം കിട്ടിയത് തന്നെ. ഇത് തമാശ എവിടെ? ആളുകൾക്ക് ചിരിക്കാനൊന്നുമില്ലല്ലോ. രാജകുമാരിക്ക് 2 വാരം നിർത്തി നാക്കുണ്ടല്ലോ. നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ചിളിക്കാൻ വക വേണം, ഡാൻസ് വേണം, പാട്ട് വേണം, വെടിക്കെട്ട് വേണം, ആന എഴുന്നള്ളിക്കണം. എല്ലാറ്റിനും കൂടെ 10 മിനിറ്റ്. ഇനി സമയം ഒരാഴ്ചയേ ഉള്ളൂ. വേഗം എഴുതൂ. ഉത്തരവ് പോലെ. എഴുതും. ഒന്ന് വരുന്നുണ്ടോ രാജകുമാരി? ഉത്തരം നിൽക്കണം ലോകാവസാനം വരെ. മാന്യമഹാജനങ്ങളെ. മാന്യമഹാജനങ്ങളോ? പ്രസംഗം വളരെ നന്നായിരിക്കയില്ല. എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കണം. ഹൃദയം ശ്രദ്ധിക്കുന്നുണ്ട്. രാജകുമാരി, ഇങ്ങോട്ട് നോക്കിയാലും. കറക്റ്റ്. പ്രസംഗത്തിന്റെ വിജയം. അതെ, പോസ്, പറയുന്ന രീതി, ആത്മാർത്ഥത, ആരോഹണ അവരോഹണം. എന്നാൽ സംഗീതമാണോ? അല്ല. കേൾക്കാൻ ധൃതിയായി വായിക്കൂ. മഹത്തുക്കളെ,
ജീവിതത്തിന്റെ ആരംഭം മുതൽക്കേ ആണും പെണ്ണും തമ്മിൽ പരിചയപ്പെടുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, സംശയങ്ങളും ഭീതികളും അകറ്റുക. അങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്റെ വർണ്ണ സാരികളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. രാജകുമാരി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങ് വെള്ളവസ്ത്രമേ ധരിക്കൂ എന്ന് ഞാൻ വിചാരിച്ചു. ഓ, എന്നിട്ട് അങ്ങയ്ക്ക് വേണ്ടി ഞാനും വെള്ളയാക്കി. എന്നിട്ടിപ്പോ പരമസുന്ദരിയായ എന്റെ ദേവി, വല്ലതും പറഞ്ഞോ? ഏറ്റവും ഏറ്റവും സുന്ദരിയായ എന്റെ ദേവി, നിന്നെ ഞാൻ ആരാധിക്കുന്നു, എന്റെ രാജകുമാരി. ഞാൻ മാന്തിയത് നൊന്തോ? നൊന്തില്ല. ഇപ്പൊ പരമസുഖം. സുന്ദരമായ നീറ്റൽ. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഒന്നാം സമ്മാനം നേന്ത്രപ്പഴമോ? സെലക്ടഡ് വർക്ക്സ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. ഓ, മുടി ചെയ്യി പൗഡർ. എന്റെ രാജകുമാരി, മനോഹരമായ ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് അങ്ങിതെന്ത് ചെയ്യും? മരണം വരെ കൊണ്ട് നടക്കും. കാറ്റ്.